ഇന്ന് ജൂലൈ 31 വെള്ളിയാഴ്ച. ഇന്ന് രാവിലെ മുതൽ എല്ലാവിധ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ കറൻസി, അതായത് ഇന്ത്യയിലെ നോട്ടുകൾ പ്ലാസ്റ്റിക് നോട്ടുകളാക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് കേന്ദ്രം എത്തിയിരിക്കുന്നത്. ഇപ്പൊ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന പേപ്പർ നോട്ടുകൾ, ഈ ഒരു പേപ്പർ നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഫേക്ക് നോട്ട് ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള കുറെ മാഫിയകൾക്ക് എളുപ്പമായതുകൊണ്ട് തന്നെ ഇത്തരത്തില് ഈ പറയുന്നത് പോലെ ഫേക്ക് നോട്ടുകൾ ഇനി നമ്മുടെ ഈ പറയുന്ന രാജ്യത്തിന് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ഫേക്ക് നോട്ടുകൾ അടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്ലാസ്റ്റിക് നോട്ടുകൾ ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലേക്കാണ് RBI എത്തിയിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 10ന്റെയും 20ന്റെയും നോട്ടുകൾ 100 കോടി രൂപ വീതം 200 കോടി രൂപ ആദ്യമായിട്ട് അടിച്ചിറക്കിയതിനു ശേഷം ജനങ്ങൾ എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പേപ്പർ നോട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് നോട്ടിലേക്ക് മാറുന്ന സമയത്ത് ഇത് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ചെലവ് ഏകദേശം 30 മുതൽ 60% വരെയും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നും RBI കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നാളുകളിൽ തന്നെ ഈ പറയുന്ന പോലെ 10ന്റെയും 20ന്റെയും പ്ലാസ്റ്റിക് നോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പല പല കാര്യങ്ങളും ഫേക്ക് നോട്ടുകൾ അടിച്ചിറക്കാതിരിക്കാനായിട്ട് ഈ ഒരു നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ചെറിയ തോതിൽ ലെൻസ് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിൽ, അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ ഈ പറയുന്ന പോലെ ഫോട്ടോ കോപ്പി ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ പറയുന്ന അക്ഷരങ്ങളും ഈ ഒരു നോട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു നോട്ടിലൂടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരമാണ്. കാരണം പ്ലാസ്റ്റിക് നോട്ടുകളാവുന്ന സമയത്ത് ഇത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. മറ്റുള്ള നോട്ട് മോശമായി പോകുന്നത് പോലെ ഈ ഒരു നോട്ടിന് യാതൊരു കേടുപാടുകളും സംഭവിക്കാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന റിപ്പയറിംഗും വളരെ കുറവായിരിക്കുള്ളൂ. മറ്റുള്ള സാധാരണ നോട്ടുകൾ ഏകദേശം ഒരു 30 കൊല്ലമൊക്കെ കാലാവധി നിൽക്കുന്ന സമയത്ത് ഈ ഒരു നോട്ട് നമുക്ക് അത്യാവശ്യം ഒരുപാട് കാലാവധി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്ലാസ്റ്റിക് നോട്ടിലൂടെ നോട്ടുകൾ മോശമായി പോകുന്നത് നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കും. ഈ പറയുന്ന പോലെ ഇത്തിരി ചെലവ് കൂടുതലാണെങ്കിലും ജനങ്ങൾക്ക് കുറച്ചുകൂടി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചുകൂടി ഉപകാരമാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അടുത്ത നാളുകളിൽ തന്നെ RBI 10ന്റെയും 20ന്റെയും നോട്ടുകൾ ഈ പറയുന്ന പോലെ ജനങ്ങളിലേക്ക് എത്തിക്കും. അതിനുശേഷം ഇതിന്റെ റെസ്പോൺസ് അറിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റുള്ള നോട്ടുകൾ കൂടി വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പുതിയ പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്ന സമയത്ത് പണ്ട് കേന്ദ്ര സർക്കാർ നോട്ട് ഈ പറയുന്ന പോലെ നിരോധിച്ച സമയത്ത് ഈ പറയുന്ന പോലെ 500ന്റെ 1000ന്റെ ഒക്കെ മാറാനായിട്ട് ഒത്തിരി ജനങ്ങളാണ് ബാങ്കിൽ പോയിട്ട് ക്യൂ നിന്നത്. അപ്പൊ അത്തരത്തിലൊരു പ്രശ്നം ഇവിടെ വരുന്നില്ല. പഴയ നോട്ടും പുതിയ നോട്ടും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പഴയ പേപ്പർ നോട്ടുകൾക്കും പുതിയതായിട്ട് വരുന്ന പ്ലാസ്റ്റിക് നോട്ടുകളും ഒരുപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നോട്ട് മാറ്റത്തെ പറ്റിക്കൊണ്ട് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പ്ലാസ്റ്റിക് നോട്ടുകൾ ആക്കിയിട്ടുണ്ടായിരുന്നു. കാനഡ, ലക്ഷംബർഗ്, ജർമ്മനി, ഇത്തരത്തിലുള്ള ഒരുപാട് നാടുകൾ ഇത്തരത്തിൽ അവരുടെ നോട്ട് പ്ലാസ്റ്റിക് കണ്ടന്റുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പോളിത്തീൻ നോട്ടുകൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അടുത്ത നാളിൽ തന്നെ 10ന്റെയും 20ന്റെയും നോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് രൂപത്തിൽ വരുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു വാർത്തയെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്